ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് ആദ്യമായിട്ട് കിച്ചണിൽ കയറിയ ദിവസമായിരുന്നു. അതുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ പുതിയ ചാനലിലേക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഒരുപാട് നാളായിട്ട് ലേഡീസ് പ്ലാന്റിൻ്റെ വ്യൂവേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടാനായിട്ട്. അപ്പോൾ പിന്നെ ഇത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പി, പിന്നെ ഇല്ലുവിൻ്റെ സ്പെഷ്യൽ മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ ഞാനൊരു 5 മണി 5:15 ഇടയിലാണ് കേട്ടോ എണീക്കുന്നത്. വീഡിയോ ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ 5 മണിക്ക് തന്നെ എണീക്കും. ഇവിടെ നേരത്തെ എണീറ്റാലേ എൻ്റെ പരിപാടികളൊക്കെ നടക്കുള്ളൂ. എൻ്റെ വീട്ടിൽ പോയാലൊക്കെ എണീക്കുന്നത് കണക്ക് തന്നെയാണ്. ഇവിടെ നേരത്തെ എണീറ്റില്ലെങ്കിൽ അന്നത്തെ ദിവസം ഫുൾ ബിസി ആവും, പിന്നെ ഭയങ്കര ദേഷ്യമാവും. അപ്പോൾ പിന്നെ ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതിലൊരു കോംപ്രമൈസ് വരുത്താറില്ല. നേരത്തെ തന്നെ എണീക്കും. എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്നത് അടിച്ച് വാരി തുടച്ചിടുക എന്നുള്ളതാണ് കേട്ടോ. അത് രാവിലെ തന്നെ ചെയ്യുന്നതിൽ 1-2 കാരണങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് മോൻ ഉണർന്നിട്ടാണ് നമ്മൾ അടിച്ചു വാരി തുടക്കുന്നെങ്കിൽ വെള്ളത്തിലൊക്കെ മുക്കി വെള്ളം ആകെ കളഞ്ഞ് അതിൽ വഴുക്കി വീണ് ആകെ പ്രശ്നമാണ്. അപ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ അടിച്ചു വാരി തുടക്കും. രാവിലെ തന്നെ അടിച്ചു വാരി തുടച്ചു കഴിഞ്ഞാൽ പിന്നെ ദേഹത്ത് ചളിയാവുന്ന വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ വേഗം കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ തന്നെ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആശ്വാസമാണ് കേട്ടോ. തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞാനിപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളത് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ നിൽക്കുമ്പോഴേക്കും ആകെ വിയർത്തിട്ടും ഉണ്ടാവും. പിന്നെ ഉച്ചയുടെ സമയമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നീരിറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ തലവേദന വരാറുണ്ട്. അപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ ഞാനിപ്പോൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരാഴ്ചയായിട്ട് എനിക്ക് തലവേദന അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, പെട്ടെന്ന് തലവേദനയൊക്കെ ഉണ്ടാവലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ഇടിയപ്പവും മുട്ടക്കറിയാണ്, അതായത് നൂൽപുട്ടും മുട്ടക്കറിയാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ചായക്കുള്ള വെള്ളം വെക്കാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇടിയപ്പത്തിലേക്കുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പ് ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുക. ഞങ്ങൾ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് പൊടിയാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കാൻ എടുക്കുന്നത്. അത് കറക്റ്റാണ്. ഇത് തിളച്ചുകൊണ്ടിരുന്ന വെള്ളം ചേർത്തിട്ട് മാവ് കുഴച്ചെടുക്കുക. ഇടിയപ്പമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പം അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇടിയപ്പം സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് മുട്ടക്കറി റെഡിയാക്കാം. തേങ്ങ അരച്ച മുട്ടക്കറിയാണ് കേട്ടോ. പത്തിരി ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ തേങ്ങ അരച്ച കറികളാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. 1 തക്കാളി, 1 സവാള, 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് വാട്ടിയെടുക്കണം. മുട്ടക്കറി ഉണ്ടാക്കാനുള്ള മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ തോടൊക്കെ പെട്ടെന്ന് ഇളകി വരും. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും അല്ലേ. അറിയാത്തവരുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ സമയമായപ്പോഴേക്കും മനു ഉണർന്ന് വന്നിട്ടുണ്ട്. അവരിവിടെ ഊനാലിലിരുന്ന ആടാണ്. മനുവിൻ്റെ ഊനാലാണ് കേട്ടോ. ഇല്ലു കിടക്കാറുണ്ട്. കറിയിലേക്കുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പം അത് വാട്ടിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കറിയും കൂടെ റെഡിയാക്കിയാൽ മതി. ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് ചിരവിയെടുക്കാം. അപ്പം തേങ്ങ പച്ചക്ക് തന്നെ അരച്ച് ചേർക്കുകയാണ് കേട്ടോ. നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം.
അപ്പോൾ കോഴിമുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിൽ ചൂടുവെള്ളം മാറ്റിയിട്ട് അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തോട് കളഞ്ഞെടുക്കാനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നതാണോ എന്നറിയില്ല, ഞാനിതുപോലെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നഖം കൊണ്ട് പറിച്ചെടുക്കുകയൊക്കെ ആണെങ്കിൽ കുറേ ആ ഒരു മുട്ട തന്നെ ഇങ്ങനെ പൊട്ടി പോരാറുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാതെ തൊലി കളഞ്ഞെടുക്കാനുള്ളൊരു എളുപ്പവഴിയാണ് കേട്ടോ. ഇതുപോലെ ഒരു ഗ്ലാസ്സിനുള്ളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ പോരും കേട്ടോ. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി. പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട്, പൊടികളുടെ പച്ചമണം മാറിയിട്ട് വെള്ളം ചേർക്കണം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ഇപ്പോൾ മുട്ടക്കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കോഴിമുട്ട 2ആയിട്ട് മുറിച്ചിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഈ മഞ്ഞക്കറി മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കറിയിലൊക്കെ ആകെ ഇത് ഉടഞ്ഞു ചേരും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കുക. ഈ തേങ്ങയിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരക്കുന്നത്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കരുത്, കോഴിമുട്ടൊക്കെ ആകെ പൊട്ടിപ്പൊടിഞ്ഞു പോവും. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായയിൽ പഞ്ചസാരയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി കേട്ടോ. പിന്നെ ഉപ്പേരിക്ക് ക്യാബേജും കോളിഫ്ലവറും കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ലു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കഴിഞ്ഞിട്ടും മോൻ ഉണർന്നിട്ടില്ലെങ്കിൽ ആ സമയത്ത് എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യലാണ്. പക്ഷെ ഇന്നിപ്പോൾ അവൻ ഉണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് വീഡിയോസൊന്നും എടുത്തു വെച്ചതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ക്യാബേജ് അരിയാണ് കേട്ടോ. ഇവിടെ അപ്പുറത്ത് മീൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കൊരു വീഡിയോ എടുക്കണം ഇതിൻ്റെ ഇടയിൽ. അതിന് വേണ്ടിയിട്ട് പാത്രത്തിൽ ഗോതമ്പ് പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മീൻ കൊണ്ടുവന്ന സമയത്ത് വെള്ളത്തിലായിരുന്നു കേട്ടോ, ജീവനോടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് മുതലേ മനു ഇതെൻ്റെ മീനാണെന്ന് പറഞ്ഞ് നടക്കായിരുന്നു. അപ്പം അവനുള്ളതൊന്നും അവിടെ മാറ്റി വെച്ചിട്ട് അവൻ അതുകൊണ്ട് അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും പണിയെടുക്കുകയും ചെയ്യാം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ. ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവന് പാട്ട് പാടുന്നത് ശ്രദ്ധിച്ചത് കേട്ടോ. മീനിനെ കണ്ടപ്പോൾ മീനെ കുറിച്ചുള്ള പാട്ടാണ് പാടുന്നത്. അപ്പം ഞാനൊന്ന് പാടാൻ പറഞ്ഞതാണ്. മണിച്ചേട്ടന്റെ വേറെ പാട്ട് പാടാ, ആരാരും ആവാത്ത പഠിക്ക. കുടുംബത്തിൽ വട്ടി നീ മച്ചിയ ദൈവമാണോട്ടോ വണ്ടി ഇതാ ഇല്ലു ഇവിടെ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര്. പിന്നെ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്, പച്ചമാങ്ങയാണ് കേട്ടോ. ഒരു പച്ചമാങ്ങയുടെ പകുതി ചേർക്കുന്നുണ്ട്.
അപ്പം ഇത് നല്ല പുളി വേണമല്ലോ, മീൻ പൊള്ളിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ നല്ല പുളി വേണം. അപ്പോൾ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പച്ചമാങ്ങയാണ് കേട്ടോ ഇട്ടത്. പിന്നെ 1 ടീസ്പൂണോളം വിനാഗിരി കൂടെ ചേർത്തിട്ടുണ്ട്. പുളി അങ്ങനെ അധികമായിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയായി കഴിഞ്ഞാൽ അത് നമുക്ക് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ട് ഇതിലേക്ക് പിന്നെ മുളക് പൊടിയൊന്നും ചേർത്തില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മീനിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ മീനിൻ്റെ വയറിനുള്ളിലൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പം മീനിൽ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ലിലുവിന് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഉണ്ടാകുന്ന സമയത്ത് ഇത്രയും കാലമായിട്ടും കിച്ചണിൽ കയറിയിട്ടില്ല. ഒന്നും ഇതുവരെ കുക്ക് ചെയ്തത് ഞാൻ കഴിച്ചിട്ടില്ല. കല്യാണത്തിന് മുമ്പൊക്കെ നിൽക്കാൻ കഴിഞ്ഞ സമയത്തൊക്കെ എപ്പോഴും പറയും ഞാൻ അത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി തരുന്നു. പക്ഷേ 6 വർഷം കഴിയാനായി ഇതുവരെ കുക്ക് ചെയ്ത് തന്നിട്ടില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് മീനൊന്നും നമുക്ക് അങ്ങനെ അധികം കിട്ടാനില്ലല്ലോ. അപ്പോൾ നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കുമെന്നല്ല കേട്ടോ. നമ്മുടെ ഹസ്ബൻഡ് ആദ്യമായിട്ട് കയറുന്നത് നമുക്കതൊരു വലിയ കാര്യമാവില്ലേ. അപ്പം അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇപ്പോൾ മനൂസ് കുറച്ച് വലിയ കുട്ടി ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ അങ്ങനെ മിണ്ടാതിരുന്നോളൂ. ആദ്യമൊക്കെ ആണെങ്കിൽ ഞാൻ രാവിലെ നേരത്തെ നീറ്റിട്ടാണ് വോയിസ് ഒക്കെ ഇടുന്നത്, കാരണം സൗണ്ട് ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഡിറ്റിങ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവിടെ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ, മീൻ പൊള്ളിച്ചതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപ്പേരി ഒന്ന് വേഗം വെക്കണം. പിന്നെ കറി തലേന്നത്തെ കറി ഉണ്ട് കേട്ടോ, തേങ്ങ അരച്ച് വെച്ച കുമ്പളങ്ങ കറിയാണ്. അപ്പോൾ തേങ്ങ അരച്ച കറികളൊക്കെ ഞാൻ 2 ദിവസത്തിനേക്ക് ഉണ്ടാക്കി വെക്കലാണ്, കാരണം അത് ഡെയിലി ഉണ്ടാക്കൽ നടക്കൂല. പിന്നെ ആകെ 2-3 ആളല്ലേ ഉള്ളൂ. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വേഗം ഉപ്പേരി റെഡിയാക്കിയിട്ട് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാണ് കേട്ടോ. അപ്പം നമ്മൾ കിച്ചണിലാവുമ്പോൾ ഇത്ര പാത്രങ്ങളൊന്നും ഉണ്ടാവലില്ല. ഇവർക്കിത് ഏതൊക്കെയാണെന്നൊന്നും അറിയാതെ ആകെ പെട്ടെന്ന് തന്നെ ഒക്കെ കൂടെ പരന്ന് കിടക്കും. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡുമാർ കിച്ചണിൽ കയറാതിരിക്കുകയാണ് നല്ലതെന്നാണ് തോന്നിയത് കേട്ടോ. കാരണം ഒരുപാട് പാത്രങ്ങളൊക്കെ വരന്നിട്ടുണ്ടായിരുന്നു. പാത്രം കഴുകുന്നത് പിന്നെ എനിക്ക് വിഷയമില്ലാത്ത കാര്യമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെടുത്ത പാത്രം അപ്പം തന്നെ കഴുകി വെക്കുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ അധികം ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. ഇതിപ്പോൾ ഒരുപാട് പാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകണം, അതിനൊക്കെ സമയം വേണ്ടേ. എനിക്ക് ചെയ്യുന്നതിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാത്രം കഴുകൽ ഭയങ്കര ഇഷ്ടമുള്ള ജോലിയാണ്. അപ്പോൾ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ ഒന്ന് അടിച്ചു വാരിയിട്ടു, കാരണം വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് വേഗം ഒന്ന് അടിച്ചു വാരിയിട്ടിട്ട് വേഗം പോയി ഒന്ന് മേല് കഴുകി. പിന്നെ മനുവിനെ ഒന്ന് കുളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവിടെ മസാലയൊക്കെ പൊള്ളിച്ചതിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മസാലയിൽ ഉള്ളി തക്കാളിയൊക്കെ നല്ലപോലെ വഴറ്റിയിട്ട് ഈ മീനിൽ മസാല പുരട്ടിയില്ലേ, അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്തിട്ട് വഴറ്റിയാണ് കേട്ടോ ചെയ്തത്. പിന്നെ പുളിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം ഇതിൽ മാങ്ങയും വിനാഗിരിയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മസാല ഇതിലേക്ക് ചേർത്തപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറച്ച് കൂടുതൽ ഓയിൽ വെച്ചിട്ട് തവയിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യാം. ഈ സമയത്ത് ഇന്ന് ഒരുപാട് ഡ്രസ്സൊന്നും അലക്കാനില്ല, പക്ഷെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അലുമിനിയം ഫോയിലിൽ ഈ റെഡിയാക്കി വെച്ച മസാല നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ മീൻ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മീനിൻ്റെ മുകളിലും മസാല നല്ല പോലെ നിരത്തി കൊടുക്കുക. എന്നിട്ടൊരു തവയിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പം മീനൊരു 10 മിനിറ്റ് നേരമൊക്കെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചോറൊക്കെ കഴിച്ചത്.
പൊള്ളിച്ചത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പുറത്തുനിന്ന് കഴിച്ചതിൽ 1-2 കടയിലൊക്കെ ഇത്ര ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇതിനേക്കാളും ടേസ്റ്റിൽ കഴിച്ചതും ഉണ്ട്. പക്ഷെ എന്നാലും ആദ്യമായിട്ട് ട്രൈ ചെയ്യല്ലേ, കഴിച്ചൊരു ടേസ്റ്റിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു പച്ചമാങ്ങയൊക്കെ ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇല്ലും മനുദ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ വീഡിയോ ഷൂട്ട് ചെയ്തതും ഒക്കെ ഇനി നാളത്തേക്ക് തന്നെ എഡിറ്റ് ചെയ്തിടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഇരിക്കണം. കുറച്ചൊക്കെ ചെയ്തിട്ട് പിന്നെ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങും. അപ്പോൾ മനുവിന് ഇവിടെ വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ ഒന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങും. അപ്പം ഇന്ന് വിഷു ആയതുകൊണ്ട് ഇവിടുത്തെ അമ്മ പായസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയുടെ സ്പെഷ്യൽ അടപ്രഥമനായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തൊന്നും പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് സേമിയ പായസം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അങ്ങനെ അധികം ജോലികളൊന്നുമില്ല. രാത്രിയിലേക്കും ഇത് തന്നെയാണ്. മീനിനി ഒന്നുകൂടെ ഉണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചില ദിവസം ചപ്പാത്തിയോ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കലാണ് വൈകുന്നേരം. രാത്രി ചോറ് അങ്ങനെ അധികം ഇഷ്ടമല്ല ആർക്കും. അപ്പം അതുകൊണ്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കലാണ് കേട്ടോ. അരി ഭക്ഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല, പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ദോശയോ അങ്ങനെ ഉണ്ടെങ്കിലാണ് ഒന്നും കൂടെ താല്പര്യം. അപ്പം അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കലാണ്. അപ്പം ഇന്നിപ്പം ഇനി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്